പണം ശേഖരിക്കാൻ കഴിയും എന്നുള്ള ഒറ്റ കാര്യത്തിന് പുറത്താണ് BJP ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും നമ്മളെ അതൊക്കെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും നാളും ED ഉപയോഗിച്ചുകൊണ്ട് അവർ അന്വേഷണം നടത്തുകയാണ്, കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുകയാണ്, ഇയാൾ തട്ടിപ്പുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ വീമ്പിളക്കി നടന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ് ഈ പറയുന്ന തട്ടിപ്പുകാരുടെ കയ്യിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന രീതിയിൽ കോടിക്കണക്കിന് രൂപ വാങ്ങിയിട്ടുള്ളത് എന്ന ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിൻ ആകട്ടെ, അല്ലെങ്കിൽ മറ്റ് കൺസെഷൻ കമ്പനികളാകട്ടെ, അങ്ങനെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഈ കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിയ ശേഷം അവരിൽ നിന്ന് പണം വാങ്ങാമെന്നുള്ള നിലപാടാണ് ഇപ്പോൾ BJP മുന്നോട്ട് വെച്ചിരുന്നത്. അതാണ് ഇത്രയും കാലം നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ ഒരു നിലപാടിലാണ് CPM ഉറച്ചു നിന്നുള്ള കാര്യം. കാരണം അഴിമതിക്കാരായ ആളുകൾ ഇത്തരത്തിൽ ഇലക്ട്രൽ ബോണ്ടുകളുമായി വന്ന് അത് പാർട്ടികൾക്ക് സംഭാവന ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർക്ക് അനുകൂലമായ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, ഇല്ലെങ്കിൽ ഇവർ ഈ വിഷയം പുറത്തു പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് CPM എന്ന പാർട്ടി ഇലക്ട്രൽ ബോണ്ടുകളെ പ്രോത്സാഹിപ്പിക്കാതിരുന്നത് എന്നുള്ളതാണ് വസ്തുത. ഈ സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട് ഈ വിവാദങ്ങളൊക്കെ ഇപ്പോൾ പുതുതായി വരുന്ന സമയത്ത് ഇതേപ്പറ്റി ഒന്ന് ഓർക്കുകയാണ് നമ്മുടെ മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ ആരാണ് സാന്റിയാഗോ മാർട്ടിൻ, എന്തുകൊണ്ടാണ് കേന്ദ്രം ഇത്തരത്തിലൊരു നീക്കങ്ങൾ നടത്തിയത്, എന്തിനാണ് പണം വാങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മഹാമാന്യനും ആദരണീയനും സർവോപരി ആരാധ്യനുമായ ഒരു ലോട്ടറി വ്യവസായി ഇലക്ട്രൽ ബോണ്ടിലേക്ക് 1360 കോടി സംഭാവന ചെയ്തത്രേ. കള്ളപ്പണ കേസിൽ EDയുടെ നടപടി നേരിടുന്ന കമ്പനിയാണെങ്കിലും ആ കമ്പനിക്കോ അതിൻ്റെ ഉടമയ്ക്കോ അവമതിപ്പുണ്ടാക്കുന്ന ഒരു വാക്ക് പോലും നാം ഉപയോഗിക്കാൻ പാടില്ല. അഥവാ ഉപയോഗിച്ചാൽ പ്രത്യാഘാതകം, എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട് സാധാരണ നിലയിൽ പ്രത്യാഘാതം എന്ന് മതി, പക്ഷേ ഈ കേസിൽ അത് പോരാ, ഗുരുതരമായിരിക്കും. ഈ ബഹുമാന്യനെ ഒരു പത്രസമ്മേളനത്തിൽ ലോട്ടറി മാഫിയ എന്ന് സംബോധന ചെയ്തു എന്ന് ആരോപിച്ച് എനിക്കെതിരെ സിക്കിമിലെ മജിസ്ട്രേറ്റ് കോടതിയിൽ സിവിലും ക്രിമിനലുമായ കേസുണ്ട്. ഇപ്പോൾ വിചാരണ തുടങ്ങാൻ പോവുകയാണ്. പത്രസമ്മേളനം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കെതിരെയും കേസുണ്ടായിരുന്നു. അവർ മാപ്പ് പറഞ്ഞ് തടി കഴിച്ചിലാക്കി. പക്ഷേ ഞാൻ മാപ്പ് പറയാൻ തയ്യാറല്ല. കേസ് നടത്താൻ തന്നെയാണ് തീരുമാനം. അത് അതിൻ്റെ വഴിക്ക് പോകട്ടെ. എവിടെ നിന്ന് ഈ ബഹുമാന്യന് ഇത്രയും പണവരവിൻ്റെ രീതിയെക്കുറിച്ച് ചെറിയൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടാം. C&AGയുടെ 2017 പെർഫോമൻസ് ഓഡിറ്റ് റിപ്പോർട്ടിൽ സിക്കിമിൽ നടത്തിയ ലോട്ടറി കച്ചവടത്തിന്റെ രത്ന ചുരുക്കം വിവരിച്ചിട്ടുണ്ട്. അക്കാലയളവിൽ ഏതാണ്ട് 45,000 കോടിയുടെ ലോട്ടറി കച്ചവടമാണ് നടന്നത്. സംസ്ഥാന സർക്കാരിന് നൽകിയത് വെറും 629 കോടി രൂപ. ആകെ കച്ചവടത്തിന്റെ 1.4% സർക്കാരിന്, 98.6% മാർക്കറ്റിംഗ് ഏജന്റിന്. ഒരു കച്ചവടമാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ, അതല്ലേ നാട്ടു നടപ്പ്. തങ്ങൾക്ക് കിട്ടിയ വിഹിതം കുറഞ്ഞു പോയെന്ന് സിക്കിം സർക്കാർ ആരോടും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ടും ബഹുമാന്യന് തിരുവുള്ളക്കേട് ഉണ്ടാക്കുന്നത് ചെയ്തതാണ് C&AG ചെയ്തത്. പക്ഷേ വിശാലഹൃദയനായ ബഹുമാന്യൻ C&AGയോട് ക്ഷമിച്ചു. അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസൊന്നും കൊടുത്തില്ല. പണത്തിന്റെ വലിപ്പം നോക്കൂ, 45,000 കോടിയാണ് ഒരു സംസ്ഥാനത്ത് നിന്ന് മാത്രം ഊറ്റിയെടുത്തത്. വേറൊരു കണക്ക് കേട്ടത് പശ്ചിമ ബംഗാൾ സർക്കാരിന് ഇക്കഴിഞ്ഞ കൊല്ലം 6,000 കോടിയാണ് അത്ര GST കൊടുത്തത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാകെ വ്യാപിച്ചു കിടക്കുന്ന ഈ സാമ്രാജ്യത്തിന്റെ വ്യാപ്തിയും ആഴവും സ്വാധീനവും നമുക്ക് സങ്കല്പിക്കാവുന്നതിനേക്കാൾ എത്രയോ അപ്പുറമാണ്. തുനിഞ്ഞിറങ്ങിയാൽ ആരെയൊക്കെ ഇവർക്ക് ചൊൽപ്പടിക്ക് നിർത്താനാകും, ഏതൊക്കെ സ്ഥാപനങ്ങൾ മുഴുവനായി വിലയ്ക്ക് വാങ്ങാനാകും. എന്തായാലും ആ പട്ടികയിൽ CPMഉം അതിൻ്റെ നേതാക്കളുമില്ല. ആദരണീയനായ ഈ ലോട്ടറി വ്യവസായിക്ക് 1360 കോടി എത്രയോ തുച്ഛമായ തുകയാണ്. ഒരുപക്ഷെ പുറത്തു വന്നതിൽ എത്രയോ മടങ്ങാകും യഥാർത്ഥത്തിൽ കൊടുത്തു കാണുക. ഇന്ത്യയുടെ ഭരണകക്ഷിക്കും മുഖ്യ പ്രതിപക്ഷ കക്ഷികൾക്കും ഈ ആദരണീയൻ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തു കാണും. CPM സുപ്രീം കോടതിയിൽ നടത്തുന്ന പോരാട്ടം എന്തെന്ത് പുതിയ വിവരങ്ങളാണ് പുറത്തു ചാടിക്കുന്നത്? പ്രസ്തുത ആദരണീയനെതിരെ ED കേസിന്റെ ഗതി എന്താകുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എത്ര സമൻസ് ED അയക്കുമെന്നും എവിടെയൊക്കെ ആദരണീയനെ ഹാജരാകുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യമേ പറയാനുള്ളൂ, ഈ ആദരണീയനും ഇതേ EDയും എന്നെ ശത്രുപക്ഷത്താണ് നിർത്തിയിരിക്കുന്നത്. അതാണ് എൻ്റെ സന്തോഷവും അഭിമാനവും എന്ന് പറഞ്ഞാണ് ഡോക്ടർ തോമസ് ഐസക് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതിൽ എഴുതിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു കാർഡ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എനിക്ക് അഭിമാനമുണ്ട്, ഇലക്ട്രൽ ബോണ്ടിൽ 1360 കോടി കൊടുത്ത ലോട്ടറി വ്യവസായിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ വ്യവസായിയുടെ രോമത്തിൽ തൊടാൻ ധൈര്യമില്ലാത്ത EDയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് എന്ന് പറഞ്ഞാണ് തോമസ് ഐസക് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പറയുന്ന ലോട്ടറിയുടെ രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിൻ ആകട്ടെ, ഇല്ലെങ്കിൽ മറ്റ് തട്ടിപ്പ് നടത്തിയ ആളുകളാകട്ടെ, ഇവരെയൊക്കെ വിശദരായി പ്രഖ്യാപിക്കാൻ വേണ്ടി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത് എന്ന കാര്യം നിശേഷം
എന്ന കാര്യം നമുക്ക് ഒരു സംശയം കൂടാതെ പറയാൻ കഴിയും. കാരണം ഇത്രയും ആളുകളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ നേരിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് തലവേദനയാകും. കാരണം അത് കണക്ക് കാണിക്കേണ്ടി വരും, പിന്നീട് അത് എങ്ങനെ പണം വന്നു എന്നുള്ള സോഴ്സ് കാണിക്കേണ്ടി വരും, അങ്ങനെ വലിയ പ്രശ്നമാകും. ഇതിപ്പോൾ ഇലക്ട്രൽ ബോണ്ട് ആകുമ്പോൾ ആരും അറിയില്ല, കിട്ടുന്നത് വാങ്ങാം, പോക്കറ്റിലിടാം, പോകാം എന്നാണ് ഇത്രയും നാളും ചിന്തിച്ചതെങ്കിൽ സുപ്രീം കോടതി പറഞ്ഞു ആ പണി ഇവിടെ നടക്കില്ല. കൃത്യമായി എത്ര രൂപ നൽകി, എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യം SBIയോട് അറിയിക്കാൻ പറഞ്ഞു. അവർ കുറെ ഉരുണ്ട് കളിച്ചു, അവരോട് പോയി പണി നോക്കാൻ പറഞ്ഞു. മാത്രമല്ല വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ പിന്നെന്താ നടപടി എന്നുള്ളത് നോക്കിയിരുന്ന് കാണാൻ പറഞ്ഞു. SBI വിവരങ്ങൾ നൽകിയപ്പോൾ തന്നെ അതിലൊരു കോഡ് ഉണ്ടായിരുന്നു, ആ കോഡ് കൊടുത്തില്ല എന്നുള്ളതാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് അതിരൂക്ഷമായ വിമർശനം SBIക്കെതിരെ ഉണ്ടായി. എല്ലാം തരണമെന്ന് പറഞ്ഞാൽ ആ കോഡും കൂടി തരണം എന്ന് തന്നെയാണ് അർത്ഥം, അക്കാര്യത്തിൽ സംശയം വേണ്ട എന്ന് പറഞ്ഞ് കോടതി തന്നെ SBI വിരട്ടെന്ന് നമ്മൾ കണ്ടതാണ്. ഈ സാന്റിയാഗോ മാർട്ടിനെ പോലെയുള്ള ആളുകൾക്ക് നേരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷണം നടത്തി, അന്വേഷണത്തിൽ അവർക്കെതിരെ തെളിവുണ്ട് എന്ന് കണ്ടെത്തിയതിനു ശേഷമാണ് പിന്നീട് ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങി BJPക്ക് നൽകാൻ വേണ്ടി പറയുന്നത്. അങ്ങനെ നൽകുന്ന ആളുകളെ ഇപ്പോൾ ഈ പോസ്റ്റിൽ തോമസ് ഐസക് പറയുന്നത് പോലെ തന്നെ അങ്ങനെ പണം ലഭിക്കുന്ന അല്ലെങ്കിൽ BJPക്ക് പണം കൊടുത്ത ആളുകളുടെ കേസുകൾ പിന്നീട് എങ്ങും എത്താതെ അവസാനിക്കുന്ന നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഈ പണം കായ്ക്കുന്ന മരം എന്ന് പറയുന്നത് പോലെ ഇത്തരത്തിലുള്ള വിവാദ വ്യവസായികളെ ഒപ്പം തന്നെ അഴിമതി കാണിക്കുന്ന പല കമ്പനികളെയും, ആ കമ്പനികളെ എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു പണം കായ്ക്കുന്ന മരം തന്നെയാണ്. അപ്പോൾ EDയുടെ കേസും കൊണ്ട് നേരെ ചെല്ലുന്നു, ഒന്ന് കുലുക്കുന്നു, കോടികൾ കണക്ക് ചെയ്യുന്നു, അവിടുന്ന് തിരിച്ചു പോകുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഓരോ ദിവസങ്ങളും വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ ഈ അഴിമതി നിറഞ്ഞ നേതാക്കൾ അല്ലെങ്കിൽ അഴിമതിക്കാരായ വ്യവസായികളുടെ പേരുകളാണ് വരുന്നതെന്ന് പറയുമ്പോൾ BJPക്ക് ആവശ്യം അവരെ തന്നെയാണ്. അവരെ ED ഉപയോഗിച്ച് പേടിപ്പിച്ചുകൊണ്ട് പണം ശേഖരിക്കാൻ കഴിയും എന്നുള്ള ഒറ്റ കാര്യത്തിന് പുറത്താണ് BJP ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.